യേശുവിലേറ്റവും സ്നേഹമുള്ളവരെ, ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ്. ഈ ദിനങ്ങളിലൂടെയൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മ കടന്നു വന്ന ഭവനങ്ങളെക്കുറിച്ചാണ് ഈ ദിനങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ ആദ്യമേ കടന്നു വന്ന ഭവനമാണല്ലോ നസ്രത്തിലെ തിരുക്കുടുംബം. ആ നസ്രത്തിലെ തിരുക്കുടുംബമായതിൻ്റെ പിന്നിലെ രഹസ്യം ദൈവം വച്ചു വിളമ്പിയത് പരാതിയും പരിഭവവും കൂടാതെ സ്വീകരിച്ചതുകൊണ്ടാണ് നസ്രത്തിലെ തിരുക്കുടുംബമായി മാറിയത്. ആ ഭവനത്തിൽ പരിശുദ്ധ അമ്മ കടന്നു വന്ന് തൻ്റെ ജീവിതത്തെ ദൈവഹിതത്തിനനുസരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ, പെറുപെറുപ്പും മുറുമുറുപ്പൊന്നും ഇല്ലാതെ ദൈവഹിത അനുസരിച്ച് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ ആ ഭവനം നസ്രത്തിലെ തിരുക്കുടുംബമായിട്ട് മാറി. പരിശുദ്ധമ്മ കടന്നു വരുന്ന രണ്ടാമത്തെ ഭവനം എന്ന് പറയുന്നത് കാനായിലെ കല്യാണ വീട്ടിലാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലൂടെ നമ്മളത് വായിച്ച് കേൾക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ സന്തോഷങ്ങളിൽ ഒരു നിമിഷം അവർക്ക് അവിടെ പ്രതീക്ഷയും അവിടെ സ്വസ്ഥതയും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം അവർക്ക് ഒരുക്കപ്പെട്ടിരുന്ന വീഞ്ഞ് തീർന്നു പോയി, അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആ നിമിഷത്ത് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ജീവിതമാകെ തകർന്ന് ഇനിയൊരു ജീവിതം എങ്ങനെ എന്ന് ചിന്തിച്ച് അപമാനത്തിന് വിധേയമായിട്ട് മാറുന്ന ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയും യേശുവും ആ ഭവനത്തിലേക്ക് വരികയാണ്. അവിടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ കണക്കുകൂട്ടലുകളെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മ പുത്രൻ തമ്പുരാനോട് ആവശ്യപ്പെടുകയും അങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ അവിടെ ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ തിരുവചനം വളരെ മനോഹരമായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം കാനായിലെ കല്യാണം വിരുന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില നഷ്ടപ്പെടലുകൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അമ്മയുടെ മഹനീയമായ സാന്നിധ്യം നിനക്ക് അനുഗ്രഹപ്രദമായിട്ട് മാറുന്നു. അമ്മ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നില്ല. അമ്മ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു. അതുകൊണ്ട് അമ്മ കടന്നു വരുന്ന ഭവനം തീർച്ചയായിട്ടും എന്ത് കുറവുണ്ടെങ്കിലും അമ്മ അത് മാറ്റിത്തരും എന്നുള്ള ഉറപ്പാണ് കാനായിലെ കല്യാണ വിരുന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. മൂന്നാമതായിട്ട് പരിശുദ്ധമ്മ കടന്നു വന്ന സ്ഥലമാണ് സഖറിയായുടെയും വിശുദ്ധ എലിസബത്തിൻ്റെയും കുടുംബം. എന്താണ് പരിശുദ്ധമ്മ അവിടെ കടന്നു വന്നപ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി നറുക്കു വീണ സഖറിയ അവൻ്റെ വാർദ്ധക്യത്തിലാണ് അവന് നറുക്കു വീഴുക. അപ്രകാരം അവൻ ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോവുകയാണ്. അവൻ ശുശ്രൂഷ ചെയ്യുന്ന ആ ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ, ഘടന എപ്രകാരമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. ആ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്ന രീതി, ദേവാലയത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ എപ്രകാരമാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകുവശമെന്ന് പറയുന്നത് അവിടെ വിജാതീയർക്കും അതോടൊപ്പം തന്നെ പരസ്യ പാപികൾക്കും വേണ്ടിയിട്ടാണ് ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകുവശം ക്രമപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അവിടെ വിജാതീയരും പാപികളും പരസ്യ പാപികളും വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം. അവിടെ ഒരു യഹൂദനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇവിടെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും, ആ വിജാതീയരും പരസ്യ പാപികളും പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ദൈവം ഇല്ല. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, അതിന് തൊട്ട് മുൻവശം എന്ന് പറയുന്നത് അവിടെ സ്ത്രീകൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾ വന്ന് ദൈവത്തോട് തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയുന്ന സ്ഥലമാണ്. അത് നമ്മൾ ചോദിക്കാൻ, ഇവിടെ ദൈവമുണ്ടെന്ന് ചോദിച്ചാൽ യഹൂദർ പറയും അവിടെയും ദൈവം ഇല്ല. വീണ്ടും മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് യഹൂദ പുരുഷന്മാർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. പുറകിൽ നിന്ന് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവിടെ യഹൂദ പുരുഷന്മാർ വന്ന് ഒരുമിച്ച് കൂടി ദൈവത്തിന് മുമ്പിൽ തങ്ങളുടെ അനുദിന ജീവിതത്തെക്കുറിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയുന്ന സ്ഥലമാണ് അവിടെയും അവരോട് ചോദിക്കുന്നു, ഇവിടെ ദൈവമുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും അവിടെയും ദൈവം ഇല്ല. ഇനി നാലാം ഘട്ടം എന്ന് പറയുന്നത് ലേവായർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. എന്താണ് ഈ ലേവ്യർ പ്രാർത്ഥിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്? അവർ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഈ ലേവ്യരായിട്ടുള്ളത്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ ലേവായർ അവിടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ യഹൂദരോട് ചോദിക്കണം അവിടെ ദൈവമുണ്ടെന്ന് ചോദിച്ചാൽ അവിടെയും അവർ പറയും ദൈവമില്ല.
ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് പുരോഹിതർ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. ആ പുരോഹിതന്മാർ ബലിയർപ്പിക്കപ്പെടുന്ന ആ സ്ഥലത്ത് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ദൈവമില്ല എന്ന് പറയും. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ സ്ഥലമെന്നാണ് പറയുക. ആ വിശുദ്ധ സ്ഥലത്താണ് നറുക്ക് വീണ സഖറിയ അവർ ധൂപാർപ്പണം നടത്തിയിരുന്നത്. ദൈവത്തിന് മുമ്പിൽ പ്രത്യേകമായി ധൂപാർപ്പണം നടത്തുവാൻ വേണ്ടി നറുക്ക് വീണ സഖറിയ ഈ വിശുദ്ധ സ്ഥലത്താണ് ധൂപാർപ്പണം നടത്തിയിരുന്നത്. അങ്ങനെ ധൂപാർപ്പണം നടത്തുന്ന ഈ വിശുദ്ധ സ്ഥലം, അത് കഴിഞ്ഞിട്ട് ഒരു വിരി, ആ വിരിക്കപ്പുറമാണ്, അല്ലെങ്കിൽ ഒരു തിരശീല, അതിനപ്പുറമാണ് അതിവിശുദ്ധമായ സ്ഥലമെന്ന് പറയുന്നത്. ഈ അതിവിശുദ്ധമായ ഈ സ്ഥലത്താണ് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമെന്ന് പറയുന്നത്. ആ ദൈവ സാന്നിധ്യമുള്ള കെരൂബുകളുടെ മധ്യേ ദൈവം അവിടെ സന്നിഹിതനാണ് എന്ന് അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അവിടേക്കാണ് ആണ്ടിലൊരിക്കൽ മറ്റാർക്കും അവിടെ പോകാൻ പറ്റാതെ മഹാപുരോഹിതൻ, പ്രധാന പുരോഹിതൻ മാത്രമേ വർഷത്തിൽ ഒരു പ്രാവശ്യം അവിടെ പോകാനായിട്ട് സാധിക്കും. ആ വർഷത്തിൽ ഒരു പ്രാവശ്യം പോകുമ്പോഴും ആ പുരോഹിതൻ്റെ, മഹാപുരോഹിതൻ്റെ പാദങ്ങളിൽ ഒരു കാലിൽ കയറുകൊണ്ട് കെട്ടിയിരുന്നു, കയറുകൊണ്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്ന. കാരണം ഏതെങ്കിലും കാരണവശാൽ ആ മനുഷ്യൻ അവിടെ മരണപ്പെട്ട് വീഴുകയാണെങ്കിൽ ഒരു മനുഷ്യനും അതിവിശുദ്ധമായ സ്ഥലത്ത് പ്രവേശനമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ കയറുകൊണ്ട് വലിച്ചു, അല്ലെങ്കിൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്ന, കാലിൽ ചങ്ങല കെട്ടിയിരിക്കുന്ന ആ ചങ്ങലയിൽ വലിച്ചു ആ ബോഡി, മരണപ്പെട്ടു പോയ ബോഡി വലിച്ച് പുറത്തേക്കാക്കുന്നു. അല്ലാതെ ആർക്കും അവിടെ പോകാനായിട്ട് പാടില്ല. അത്രയ്ക്കും അതിവിശുദ്ധമായ ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, കൃപാസനം എന്ന് പറയുന്ന സ്ഥലമാണ്, അതിശ്രേഷ്ഠമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ വേറെ ആർക്കും പോകാൻ, മഹാപുരോഹിതനല്ലാതെ വേറെ ആർക്കും, അതും ആണ്ടിലൊരിക്കൽ മാത്രമേ അദ്ദേഹത്തിനും വിശുദ്ധിയോടുകൂടി അവിടെ കടന്നു ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. അത്രയ്ക്ക് പരിശുദ്ധിയോടുകൂടിയാണ് അവർ പ്രാർത്ഥിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. അവിടെ വിശുദ്ധമായ സ്ഥലത്താണ് ഇപ്രകാരം ഈ മനുഷ്യൻ സഖറിയ ധൂപാർപ്പണം നടത്തിയിരുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന് ഇപ്രകാരം അവൻ്റെ വാർദ്ധക്യത്തിൽ അവൻ്റെ കുഞ്ഞിന് ലഭിക്കുമെന്ന് അരുളപ്പാട് സന്ദേശം ലഭിക്കുന്നത്. പക്ഷേ അവനത് വിശ്വസിച്ചില്ല. അവനത് ഈ വാർദ്ധക്യത്തിൽ തനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് സംശയത്തോടു കൂടി വീക്ഷിച്ചു. ആ സംശയം എന്തായി മാറുന്നു? അവൻ്റെ ജീവിതത്തിൽ മൂകതയുണ്ടാവുകയാണ്, സംസാരശേഷി അവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തുകൊണ്ട് സഖറിയ മൂകനായി മാറി, അല്ലെങ്കിൽ അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ സ്ഥലത്തിന് സമീപത്തുള്ള വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണം ചെയ്ത മനുഷ്യൻ ദൈവിക സന്ദേശം ലഭിച്ചപ്പോൾ അതിനുള്ള പ്രത്യുത്തരം, അതിനെ ഉൾക്കൊള്ളാതെ, വിശ്വസിക്കാതെ അവൻ അവിശ്വസിച്ചത് കൊണ്ടാണ് അവൻ മൂകനായി മാറിയത്. അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോകാനായിട്ട് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക? പ്രിയപ്പെട്ടവർ, ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലത്ത് നാം ആയിരിക്കുമ്പോൾ ആ ദൈവിക സാന്നിധ്യമുള്ള ആ സ്ഥലം, അത് തിരുവചനത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ പൂർവ്വ യാക്കോബ് ഹാരാനിൽ നിന്ന് ബേർശബയിലേക്ക് പോകുന്ന ആ സംഭവത്തെപ്പറ്റി പറയുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അവൻ കാണുന്ന കാഴ്ച, ആകാശത്തും ഭൂമി മുട്ടി നിൽക്കുന്ന ഒരു ഗോവണി, അതിലൂടെ മാലാഖമാർ, ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ദർശനം അവൻ കാണുന്നു. അവൻ ഞെട്ടി ഉണർന്ന് ഈ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥലം ദൈവസാന്നിധ്യമുള്ള സ്വർഗത്തിൻ്റെ കവാടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിനൊരു പേരിട്ടു ബഥേൽ. അവൻ തൻ്റെ ശിരസിനടിയിൽ തലയണയായിട്ട് വെച്ചിരുന്ന കല്ലെടുത്ത് അത് നാട്ടി അവൻ ആദ്യത്തെ ദേവാലയം പണിത് അവൻ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്രകാരം ദൈവസാന്നിധ്യമുള്ള ഈ സ്ഥലത്തായിരുന്ന സഖറിയ ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ചപ്പോൾ അതിനെ ഉൾക്കൊള്ളാതെ അവിശ്വസിച്ചതാണ് അവൻ്റെ മൂകതയ്ക്ക് കാരണം. അപ്പോൾ ഇവിടെ അവനൊരു മാനസികമായ അസ്വസ്ഥത അവനുണ്ടാകുന്നു. അവൻ്റെ മൂകതയ്ക്ക് കാരണം ദൈവത്തെ അവിശ്വസിച്ചു. ആ ഒരു മാനസിക അസ്വസ്ഥത അവൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. 2, പരിശുദ്ധയായിട്ടുള്ള എലിസബത്ത് പുണ്യവതി, പരിശുദ്ധയായിട്ടുള്ള എലിസബത്ത്, അവൾ ഈ വാർദ്ധക്യത്തിൽ അവളുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും ചുക്കും ചുളിവുകളൊക്കെ ഉണ്ടായി. അവളുടെ ആരോഗ്യം ക്ഷീണാവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ തനിക്കൊരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള, വളരെ പ്രയാസമേറിയ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എലിസബത്ത് പുണ്യവതിയും മാനസികമായ അസ്വസ്ഥ അനുഭവിക്കുന്ന സഖറിയായും ഈ കുടുംബത്തിലേക്കാണ് പരിശുദ്ധ അമ്മയുടെ കടന്നുവരവ്. പരിശുദ്ധ കന്യകാമറിയം ആ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ എന്താ സംഭവിക്കുക? ആ കുടുംബത്തിൽ സന്തോഷമുണ്ടായി.
ആ മാനസികമായ അസ്വസ്ഥത മാറുകയാണ്. ആ കുടുംബത്തിലെ ശാരീരികമായ അസ്വസ്ഥയുണ്ടായിരുന്ന എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്ന സ്നാപയോഹന്നാൻ ഈ വാഗ്ദാന പേടകമായ യേശുവിനെ വഹിച്ചുകൊണ്ട് കടന്നു വന്ന പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടപ്പോൾ ഉദരത്തിലായിരുന്ന കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടുകയാണ്. അപ്പോൾ അതുവരെ തളർന്നിരുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കാരണം അവശയായിരുന്ന എലിസബത്തും മാനസികമായി തളർന്നിരുന്ന മൂകനായി മാറിയ സഖറിയായും അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നൽകിയെങ്കിൽ അമ്മ എൻ്റെ ഭവനത്തിൽ കടന്നു വരുമ്പോഴും എനിക്ക് ലഭിക്കുന്നതും ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറ്റപ്പെടുകയും എൻ്റെ കുടുംബത്തിൽ ശാരീരികമായ രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വിട്ടുമാറപ്പെടുന്ന ഒരവസ്ഥ സംജാതമാവുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അമ്മ ദൈവത്തിൻ്റെ മുമ്പിൽ സ്തോത്രഗീതം ആലപിച്ചപ്പോൾ അന്നുവരെ മൂകനായിരുന്ന സഖറിയായും ദൈവത്തിന് കീർത്തനം പാടി, എലിസബത്ത് പുണ്യവതിയും കീർത്തനം പാടുകയാണ്. കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത് എന്നവൾ ഉദ്ഘോഷിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അമ്മ, ക്രിസ്തുവിൻ്റെ അമ്മ, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ തൻ്റെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ സഖറിയ കീർത്തനം പാടിയെങ്കിൽ, എലിസബത്ത് കീർത്തനം പാടിയെങ്കിൽ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായി. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈ സഖറിയായുടെ ഭവനത്തിൽ, എലിസബത്ത് പുണ്യവതിയുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ആ കുടുംബം അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ നിൻ്റെ കുടുംബത്തിലും പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഗ്രഹദായകമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകം രക്ഷകനായ ക്രിസ്തുവെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്ത് പുണ്യവതിയെ സന്ദർശിക്കുവാൻ വേണ്ടി തിടുക്കത്തിൽ കടന്നു വരുമ്പോൾ അന്നുവരെ അവിടെ ഉണ്ടായിരുന്ന മനസ്സിൻ്റെ അസ്വസ്ഥതയും സഖറിയയ്ക്കുണ്ടായിരുന്ന മാനസിക അസ്വസ്ഥത, മൂകത, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ആ ഒരു അസ്വസ്ഥത, പ്രായത്തിൻ്റെ വാർദ്ധക്യത്താൽ തളർന്നിരിക്കുന്ന എലിസബത്ത് പുണ്യവതിയുടെ ശാരീരികമായ വേദനകളുടെ നിമിഷങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് സമാധാനമായി സന്തോഷമായി മാറിയെങ്കിൽ എൻ്റെ കുടുംബത്തെയും അവിടുന്ന് കാത്തു പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ.